ഇനി ബീഹാറിലേക്ക് പോയാൽ ബീഹാറിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തുടരുകയാണ്. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ ഗിരിരാജ് സിംഗും CPI സ്ഥാനാർത്ഥി അവധേഷ് കുമാർ റായും തമ്മിൽ ഏറ്റുമുട്ടുന്ന ബെഗുസരായ് മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും 60% താഴെയാണ് ബീഹാറിൽ വോട്ട് രേഖപ്പെടുത്തിയത്. സമഗ്ര വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും കണക്കെടുത്തു നോക്കിയാൽ ബീഹാറിലെ ഒരു കണക്കെന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ നേടാവുന്ന ബി.ജെ.പി. പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്നുള്ളത്. അവിടെ വളരെ കുറച്ച് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഈ 3-ാം ഘട്ടത്തിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് നിലവിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി? അതുപോലെ ബെഗുസരായ് മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാണ്. ആ വിവരങ്ങൾ കൂടി. തീർച്ചയായും നീലിമ, ഹൃദയഭൂമിയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന, ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിൽ ഇന്നിപ്പോൾ 4-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ 5 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ ബെഗുസരായ്, ഇവിടെ ഇടതുപക്ഷവും ബി.ജെ.പിയും നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഏറെ ശ്രദ്ധാകേന്ദ്രമാണ്. മാത്രമല്ല ഇവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ ഗിരിരാജ് സിംഗാണ്. അതോടൊപ്പം തന്നെ അവധേഷ് കുമാർ റായാണ് CPI സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ കനയ്യകുമാർ മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണ്. എന്തായാലും ഈ മണ്ഡലം ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ പോളിംഗ് രാവിലെ 7 മണി മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള പോളിംഗ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു നീണ്ട ക്യൂ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് ബെഗുസരായ് മണ്ഡലത്തിലെ ബറൗണിയിലാണ്. ബറൗണിയിലെ ഒരു സ്കൂളിലാണ്. നമ്മൾ രാവിലെ മറ്റ് പല പോളിംഗ് ബൂത്തുകളിൽ പോയപ്പോഴെല്ലാം തന്നെയും ഒരു നീണ്ട ക്യൂ, സ്ത്രീകളടക്കമെല്ലാം തന്നെ നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്യൂ ഇപ്പോഴും നീണ്ടുപോകുന്നത്. പക്ഷേ ഈ 1, 2, 3 ഘട്ടങ്ങൾ നോക്കുമ്പോൾ വലിയ പോളിംഗ് ശതമാനത്തിലെ ഇടിവ്, അതായത് 60% താഴെ മാത്രമായിരുന്നു ബീഹാറിലെ പോളിംഗ് രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ 48% പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ അത് 2-ാം ഘട്ടത്തിൽ 58%, 3-ാം ഘട്ടത്തിൽ 59.1%. അങ്ങനെ 60% താഴെയായിരുന്നു ഈ ഒരു 3 ഘട്ടങ്ങളിലും പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ തവണ അതിലും മികച്ചൊരു പോളിംഗ് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് എല്ലാ മുന്നണികൾക്കും ഉള്ളത്. പ്രത്യേകിച്ച് ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്കയിലാണ്. ഈ പോളിംഗ് ശതമാനം കുറയുന്നത് തങ്ങൾക്ക് നേട്ടമുണ്ടാകില്ല എന്ന വിലയിരുത്തൽ തന്നെ ബി.ജെ.പിക്കുണ്ട്. കഴിഞ്ഞ 2019-ൽ 40 ലോക്സഭാ മണ്ഡലങ്ങളിൽ ബീഹാറിൽ 39 NDAയ്ക്കാണ് വിജയം നേടിയത്. കോൺഗ്രസ് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ സ്ഥിതി വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ രൂപപ്പെട്ട ഇവിടെ RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളെല്ലാം നിലയും ഒരുമിച്ച് മത്സരിക്കുന്നു. നമുക്കറിയാം, നിതീഷ് കുമാർ ഒരു അവസരവാദ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് അവസര നിമിഷം ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഈ NDA പാളയത്തിലേക്ക് എത്തി. അതിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരമെല്ലാം നിലയും വോട്ടാക്കി മാറ്റുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് അടക്കമെല്ലാം നിലയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ. പ്രത്യേകിച്ച് ജാതി രാഷ്ട്രീയത്തിനും ജാതി സമുദായിക വാക്യങ്ങൾക്കെല്ലാം തന്നെയും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നോക്ക വിഭാഗക്കാരുടെ നിലപാടെല്ലാം തന്നെയും ഏറെ ശ്രദ്ധാകേന്ദ്രമാണ്. ഇവിടെ CPI അല്ലെങ്കിൽ CPI ML-ഉം CPM എല്ലാം തന്നെയും അവകാശം ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ജനകീയ വിഷയങ്ങൾ വലിയ ക്യാമ്പയിനായി നടത്തുകയും ഇത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന് ഇവരെല്ലാം തന്നെയും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിലവിലെ ഒരു പോളിംഗ് ശതമാനം നമുക്ക് കാണുമ്പോൾ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പോളിംഗ് ശതമാനം 9 മണി വരെയുള്ള പോളിംഗ് ശതമാനം നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിരുന്നു. അത് പ്രകാരം 9 മണി വരെ ഏകദേശം 10%-ലധികം പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു രാവിലെ ഒരു 7 മണി മുതൽ തന്നെ ഒരു അല്പം ഭേദപ്പെട്ട ഒരു പോളിംഗ് നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ പോളിംഗ് ശതമാനം എത്രത്തോളം ഉയരും, ഇനി 4-ാം ഘട്ടത്തിൽ ഒരു 60% മുകളിലെങ്കിലും പോളിംഗ് രേഖപ്പെടുത്തുമെന്നെല്ലാം തന്നെയും ഓരോ മുന്നണികളും കൃത്യമായി നോക്കി കാണുകയും ചെയ്യുന്നു. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ഏറെ ആശങ്കയാണ്. മാത്രമല്ല ഈ ബീഹാറിൽ ആദ്യഘട്ടത്തിൽ തന്നെ ബി.ജെ.പിക്ക് വളരെ വലിയ ഒരു ഭയപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഏറ്റവും ഒടുവിലായി ബി.ജെ.പി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബീഹാറിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുടെ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമന്ത്രി ബീഹാറിലാണ് ഉള്ളത്. അദ്ദേഹം പാറ്റ്നയിലെ സാഹിബ് ഗുരുദ്വാരയിൽ വിശ്വാസികൾക്ക് ഭക്ഷണം വിളമ്പുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഖലിസ്ഥാൻ വാദവുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ എന്നുള്ളത്. അവിടുത്തെ സിഖ് വംശജരെ കയ്യിലെടുക്കാനുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ അത്തരത്തിൽ ഈ വിശ്വാസികളെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.
തീർച്ചയായും നീലിമ, ഇന്നലെ മുതൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലുണ്ട്. ഇന്നലെ പറ്റ്നയിൽ വലിയ ഒരു ബഹുജന റാലി സംഘടിപ്പിച്ചിരുന്നു. പറ്റ്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന പ്രദേശമല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഈ ബാക്കിയുള്ള അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ടെടുപ്പ് നടക്കാത്ത പറ്റ്നയിലെത്തി മോദി വലിയ ബഹുജന റാലി സംഘടിപ്പിക്കുകയും ഇന്നലെ ചില പ്രസംഗങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ വർഗീയ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ബീഹാറെ സംബന്ധിച്ച് ഒരു ജാതി രാഷ്ട്രീയത്തിന് ഏറെ വേരുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഇത്തരത്തിൽ യാദവ് സമുദായമുണ്ട്, അങ്ങനെ താഴ്ന്ന, അതായത് ഈ ദളിത് സമുദായങ്ങൾ, ഏകദേശം 24ലധികം ദളിത് സമുദായങ്ങളുണ്ട്. ഖലിസ്ഥാൻ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെയും വർഗീയ പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ BJPയുടെ പ്രചരണ ആയുധം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ബീഹാറിൽ BJP ഭയപ്പെടുന്നതും അത് തന്നെയാണ്. ഇത്തവണ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം ആദ്യം മുതൽ തന്നെ നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടായിരുന്നു. ഈ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ള സംസ്ഥാനമാണ്, അല്ലെങ്കിൽ അതിൽ ഒന്നാണ് ബീഹാർ. 40 ലോക്സഭാ മണ്ഡലമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവിടെ ഒരു തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ വലിയ ഒരു ശരിയാകും, അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം മാറുമെന്നല്ല തന്നെയും BJPക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി നിതീഷ് കുമാറിനെ ഒരു അവസരവാദ രാഷ്ട്രീയത്തിലൂടെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ വേണ്ടി ആവുന്നതും നരേന്ദ്രമോദി ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്തത്. എന്തായാലും ഇത്തവണ RJDയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടിയെല്ലാം തന്നെയും ഒരുമിച്ച് മത്സരിക്കുന്നു. അവർ ഈ ഒരു തെരഞ്ഞെടുപ്പോടെ നിതീഷ് കുമാറിനെ JDU തുടച്ചു നീക്കപ്പെടുമെന്ന് പറയുന്നു. നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ പ്രചരണായുധം നടത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണെങ്കിൽ ഇത്തവണ ഒരുമിച്ച് നിന്നുകൊണ്ട് പരമാവധി സീറ്റുകൾ, പകുതി സീറ്റ് അധികമെങ്കിലും നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തേജസ്വി യാദവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വീറും വാശിയുമേറിയ ഒരു പോരാട്ടം തന്നെയാണ് ബീഹാറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പും വലിയ പ്രചരണമാണ്, വലിയ പ്രാധാന്യമുണ്ട്. 7 ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഇതിപ്പോൾ 4ാം ഘട്ടം. ശരി, സിബിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.